നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലെ CPIM-ന്റെ അനിഷേധ്യ നേതാവായിരുന്ന എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് വന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളവും CPM-നെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടിയായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സത്യത്തിൽ എസ് രാജേന്ദ്രൻ പാർട്ടിയുമായി വർഷങ്ങളായി അകന്നു നിൽക്കുന്ന നേതാവാണ്. ഏത് നിമിഷം വേണമെങ്കിലും എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ട് പോകുമെന്ന് CPM-ന് തന്നെ അറിയാവുന്ന ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് BJP-യിലേക്ക് വന്നിരിക്കുന്നു. അതും ഒരു പരിധിവരെ അപ്രതീക്ഷിതമല്ല എന്ന് തന്നെ പറയണം. കാരണം 2024 മുതൽ BJP-യുടെ നേതാക്കൾ എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ദേവികുളം എന്ന ആ മലയോര മേഖലയിലെ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഒരു വലിയ പദ്ധതിക്കാണ് BJP തുടക്കമിടുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതായത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഓപ്പറേഷൻ അല്ല. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ ദേവികുളം എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ മണ്ഡലം പിടിക്കണം, അല്ലെങ്കിൽ മലയോര മേഖല, അതുപോലെ തന്നെ ഈ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ നിന്നൊരു സീറ്റ് വേണം എന്ന് BJP തീരുമാനമെടുത്തിട്ട് 3 വർഷത്തോളമാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ മേഖലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെയാണ് ആദ്യം ലക്ഷ്യമിട്ടത്. പക്ഷേ പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്ന പിന്നീട് എസ് രാജേന്ദ്രൻ പിന്നീട് BJP-യുടെ റഡാറിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം കേന്ദ്ര നേതാവ് പ്രകാശ് ജാവദേക്കർ, തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ ഇവരെല്ലാം എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ എസ് രാജേന്ദ്രൻ ഇപ്പോൾ BJP-യിലേക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ചടുലമായ നീക്കങ്ങളിലേക്ക് BJP കടക്കുകയാണ്. തോട്ടം തൊഴിലാളികളിൽ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ എസ് രാജേന്ദ്രന് പിന്നാലെ വരും എന്നാണ് BJP ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരികയാണ്. ദേവികുളം എന്ന നിയമസഭാ മണ്ഡലം BJP-ക്ക് രാഷ്ട്രീയമായി യാതൊരു സ്വാധീനവുമില്ലാത്ത മണ്ഡലമാണ്. 4% വോട്ട് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് അവിടെ നിന്ന് ലഭിച്ചത്. BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ NDA-ക്ക് വേണ്ടി മത്സരിച്ചത്. എന്നാൽ 2016 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10% വോട്ട് അവിടെ നിന്നും സമാഹരിക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്നു ദേവികുളത്ത് നിന്ന് മത്സരിച്ചത്. ഇന്നിപ്പോൾ CPIM-ന്റെ നേതാവ്, തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ്, ആ നേതാവ് BJP-യിലേക്ക് വന്ന ശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് തന്നെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. വലിയ ഒരു പഴക്കം ചെന്ന ഒരു മണ്ഡലമാണ് ദേവികുളം. 1957, അതായത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് മുതൽ തന്നെ ഉള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ഈ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചിട്ടുണ്ട്. പക്ഷേ 2006 മുതൽ അത് CPM-ന്റെ ഉറച്ച കോട്ടയായി മാറി. അതാണ്ട് 20 വർഷത്തോളം CPM ഭരിക്കുന്ന അല്ലെങ്കിൽ CPM വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ 20 വർഷങ്ങളിൽ 15 വർഷവും MLA ആയിരുന്നത് എസ് രാജേന്ദ്രൻ തന്നെയായിരുന്നു. ആ എസ് രാജേന്ദ്രനെയാണ് BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് കളത്തിലിറക്കാൻ പോകുന്നത് എന്നാണ് സൂചന. തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ നിന്നും വലിയൊരു കൊഴിഞ്ഞുപോക്ക് CPIM-ൽ നിന്നും BJP-യിലേക്ക് ഉണ്ടാകും. വരും ദിവസങ്ങളിൽ BJP-യിലേക്ക് കൂടുതൽ നേതാക്കൾ, CPM-ന്റെയും CPI-യുടെയും കൂടുതൽ നേതാക്കൾ വരും എന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ ശക്തമായ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങാനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എസ് രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവികുളത്ത് ഒരു സഹകരണ ബാങ്ക് ഇതിനായി ആരംഭിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങും. തോട്ടം തൊഴിലാളികളെ സമാഹരിച്ച് അവരെ ശാക്തീകരിച്ച് അവരുടെ ഇടയിൽ വികസനം കൊണ്ടുവന്ന് അവരുടെ ഇടയിൽ നിന്നും ഒരു ജനപ്രതിനിധിയെ നേടിയെടുക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യത്തിലേക്കാണ് BJP നടന്നു നീങ്ങുന്നത്. എസ് രാജേന്ദ്രൻ്റെ പാർട്ടിയിലേക്കുള്ള വരവ് അത് നിർണായകമായ വഴിത്തിരിവാണ് എന്ന് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.